ജോസഫ് മെൽക്യൂറി സാർത്രോ എന്ന വൈദികൻ പുരോഹിതനായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി ഒരിക്കൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ നാണയത്തുട്ടുകളെല്ലാം കൂട്ടിവെച്ച് വീട്ടിൽ നല്ല ഒരു ലിനൻ ഷീറ്റ് വാങ്ങിക്കുവാൻ വേണ്ടി ഈ ജോസഫ് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. സഹോദരങ്ങളെ, അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയരികിൽ ഒട്ടിയ വയറുമായി ഭിക്ഷയാചിക്കുന്ന, ദാരിദ്ര്യത്തിൻ്റെ പിള്ളത്തൊട്ടിയിൽ വേദനിക്കുന്ന ചില ജീവിതങ്ങളെയും ജന്മങ്ങളെയും കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സങ്കടം തോന്നി. ലിനൻ ഷീറ്റ് വാങ്ങിക്കാതെ ആ പണമെടുത്ത് ഈ പാവപ്പെട്ടവരെ അദ്ദേഹം സഹായിക്കുകയാണ്. എന്നിട്ട് ഭവനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കയ്യിൽ ലിനൻ ഷീറ്റ് കാണാതായപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി പരിഭവങ്ങൾ പറയുകയാണ്. അപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. ലിനൻ ഷീറ്റ് നമുക്ക് പിന്നീടായാലും വാങ്ങിക്കാമല്ലോ, എന്നാൽ ഈ പാവപ്പെട്ട ഒട്ടിയ വയറുമായി നിൽക്കുന്ന ഈ മനുഷ്യർക്ക്, ഈ ജീവിതങ്ങൾക്ക് ഭക്ഷണമില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോവുക? ഞാൻ അതുകൊണ്ട് അവരെ സഹായിച്ചു. സഹോദരങ്ങളെ, ഈ ജോസഫ് അച്ഛൻ പിന്നീട് പാവങ്ങൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുകയും കടബാധ്യതകൾ വീട്ടുവാൻ അവരെ സഹായിക്കുകയും തന്നാലാവുന്ന വിധത്തിലെല്ലാം വേദനിക്കുന്നവരെ കാണുമ്പോൾ സഹായിക്കുകയും ചെയ്തൊരു പുരോഹിതനായിരുന്നു. നാം ചിന്തിക്കുക, ജീവിതത്തിലെ എല്ലാം കൊടുത്ത്, ഉള്ളും ഉള്ളവും കൊടുത്ത് പാവങ്ങളെ സഹായിച്ച അനേകം വ്യക്തികളെക്കുറിച്ച്, വിശുദ്ധരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ജോസഫ് അച്ഛൻ ആരാണ്? അദ്ദേഹമാണ് തിരുസഭയിൽ പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട 10ാം പിയൂസ് മാർപ്പാപ്പ. വൈദികനായിരിക്കുമ്പോൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ ഏറെയാണ്. കടബാധ്യതകൾ കൊടുത്തു തീർത്ത് അവരെ സഹായിക്കുന്നതിൻ്റെ ഫലമായി തനിക്ക് തന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കുതിരവണ്ടി വിറ്റാണ് അദ്ദേഹം മറ്റു കാര്യങ്ങളെല്ലാം പുരോഹിതനായിരിക്കുന്ന സമയത്ത് ചെയ്തത്. നാം ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്ന ഓരോ പുണ്യപ്രവൃത്തിക്കും സ്വർഗത്തിൽ വിലയുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേദനിക്കുന്ന മനസ്സുമായി, കലങ്ങിയ കണ്ണുകളുമായി, ഒട്ടിയ വയറുമായി, നൊമ്പരപ്പാടുകളുമായി മറ്റുള്ളവർ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ അവരെയൊന്നും ശ്രദ്ധിക്കാതെ കണ്ടില്ല എന്ന ഭാവത്തിൽ പറഞ്ഞു വിടുകയാണ്. സ്വർഗം ഓരോ പുണ്യപ്രവൃത്തിക്കും പ്രതിഫലം നൽകുന്നുണ്ട്. ഓരോ പാവപ്പെട്ടവനെയും വേദനിക്കുന്നവരെയും സഹായിക്കുമ്പോൾ അത് സ്വർഗത്തിൽ നിക്ഷേപമായി കിടക്കുന്നുണ്ട്. ഇതിനേറ്റവും വലിയൊരു തെളിവാണ് ഹെസക്കിയ രാജാവ് മരിക്കുമെന്നുള്ള വാർത്ത യേശയ്യാ പ്രവാചകൻ അദ്ദേഹത്തെ അറിയിക്കുമ്പോൾ ഹെസക്കിയ രാജാവിന് കൂടുതൽ നാൾ കൂടി ജീവിക്കാൻ ഒരാഗ്രഹം വന്നിട്ട് യേശയ്യാ പ്രവാചകനോട് പറയുകയാണ്, ഞാൻ ഇപ്പോൾ മരിക്കാൻ തയ്യാറായിട്ടില്ല, കുറച്ച് നാൾ കൂടി എനിക്ക് ജീവിക്കണം. അപ്പോൾ യേശയ്യാ പറഞ്ഞു, ഇനി അത് നടക്കില്ല, കാരണം ദൈവം ഇത് തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ മരണ ദിവസം അടുത്തു എന്നുള്ള വാർത്ത അറിയിക്കാനാണ് ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ വാർത്ത അറിഞ്ഞ ഉടനെ ഹെസക്കിയ രാജാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, നിനക്ക് വേണ്ടി ഞാൻ ചെയ്ത പുണ്യപ്രവർത്തികൾ ഓർത്ത് നീ എൻ്റെ ആയുസ് നീട്ടിത്തരണമേ. ദൈവം ആ പ്രാർത്ഥന കേട്ടു. ഹെസക്കിയ രാജാവിൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കുകയാണ്. പാവങ്ങളെ സഹായിക്കുന്നത് സ്വർഗത്തിൽ ഒരു നിക്ഷേപം മാത്രമല്ല, ദൈവം നമ്മളെ ഓർക്കുകയും നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ ദൈവം തന്നെ നമുക്ക് തുണയായി മാറുകയും നാം ചെയ്ത പുണ്യപ്രവൃത്തികൾ ഓർത്തുകൊണ്ട് ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതുകൂടി ഒരു ആധ്യാത്മിക പാഠമായി നാം സ്വീകരിക്കേണ്ടതുണ്ട്. ജീവിതയാത്രയിൽ എത്രമാത്രം ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ടോ അത്രമാത്രം മറ്റുള്ളവരെ സഹായിക്കുവാൻ വിശുദ്ധ 10ാം പിയൂസ് പുണ്യവാളൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിനം കരുണയുള്ള കണ്ണുകളുമായി, അനുകമ്പയുള്ള കരങ്ങളുമായി നമുക്ക് മറ്റുള്ളവരെ സമീപിക്കാം.